ഹായ്, എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഹിമാലയയുടെ ഹെയർ പ്രോട്ടീൻ ക്രീമിനെ പറ്റിയിട്ടുള്ളതാണ്. ഈ ഒരു ഹെയർ ക്രീമിനെ പറ്റി എൻ്റെ അഭിപ്രായവും ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. പിന്നെ ഈ ക്രീമിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചിക്പിയും ആംലയുമാണ്. ചിക്പിയ എന്ന് വെച്ചാൽ നമ്മുടെ വെള്ളക്കടലയും, ആംല എന്ന് വെച്ചാൽ നെല്ലിക്കയുമാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അതായത് ഇതിന് ക്വാണ്ടിറ്റി 100 ml ആണ്. 1 ml 1 രൂപ വെച്ചിട്ട് 100 രൂപയാണ് 100 ml ഒരു പാക്കറ്റിനുള്ളത്. പിന്നെ ഈ ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇതിൻ്റെ പുറകിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഡയറക്ഷൻ ഫോർ യൂസിങ് ദി ക്രീം ഈസ് apply sufficient amount of Himalaya protein hair cream from root to tip. Massage gently on scalp using your fingers to spread the cream evenly. For better result, use daily before or after hair wash. ഇവരിതിൽ പറയുന്നത് നമുക്ക് ഈ ക്രീം നമ്മുടെ ഹെയറിൻ്റെ റൂട്ട് മുതൽ, അതായത് തലയോട്ട് മുതൽ ടിപ്പ് വരെ, തുമ്പ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആവശ്യമുള്ളത്ര അളവ് നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കയ്യിലൊന്ന് മസാജ് ചെയ്ത് സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ റൂട്ട് മുതൽ തുമ്പ് വരെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക. ഇത് കുളിക്കുന്നതിന് മുമ്പോ കുളിക്കുന്നതിന് ശേഷമോ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് നല്ലൊരു റിഫ്രഷിങ് സ്മെല്ലാണ് കേട്ടോ ഇതിനുള്ളത്. പിന്നെ ഈ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ലെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ ക്രീം അപ്ലൈ ചെയ്യുന്നത് കമ്പനി പ്രൊവൈഡ് ചെയ്ത മെത്തേഡ് വെച്ചിട്ടല്ല, ഞാൻ വേറെ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ChatGPTയിലൊക്കെ റിസർച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഈ മെത്തേഡ് ട്രൈ ചെയ്തത്. നെല്ലിക്കയും വെള്ളക്കടലയും മാത്രമല്ല, കുറച്ച് കെമിക്കൽസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ ഞാനിത് കൂടുതൽ എമൗണ്ട് എടുത്തിട്ട് തലയിൽ തേക്കുന്നതിന് പകരം ഒരു അലോവേറ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് അതിനകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ചൂണ്ടുവിരലിൻ്റെ ഒരു നീളത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തത്. ഇനിയുള്ളതൊരു സിമ്പിൾ ട്രിക്കാണ്. നമ്മൾ ഈ അലോവേറ കട്ട് ചെയ്യുമ്പോഴില്ലേ, പിച്ചാത്തി യൂസ് ചെയ്യുന്നതിന് പകരം സ്പൂൺ ഒന്ന് യൂസ് ചെയ്ത് നോക്കണേ. അതാകുമ്പോൾ എളുപ്പം തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അലോവേറയുടെ ജ്യൂസ് എടുക്കാനും വളരെ എളുപ്പമായിരിക്കും ഈ ഒരു മെത്തേഡിൽ. പിന്നെ ഈ അലോവേറയിൽ നിന്ന് ജെല്ലെടുത്ത് മിക്സിയിലിട്ട് അരച്ച് ജ്യൂസ് എടുത്ത് സമയം കളയാൻ വയ്യാത്തത് കൊണ്ട്, അതിനുള്ള മടി കൊണ്ട് ഞാനാണെങ്കിൽ ആ സ്പൂൺ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുരണ്ടി കൊടുത്തു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ ആലോവേറ ജെല്ല് കിട്ടും. ഈ ഒരളവിന് എനിക്ക് ആലോവേറ ജെല്ല് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജെല്ലില്ലേ, അത് ആവശ്യമുള്ള അത്ര മാത്രം ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റി വെക്കുന്നുണ്ട്. ഒരു 3 സ്പൂൺ അളവിന് ഞാൻ ആലോവേറ ജെൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ കാണിക്കുന്നത് അടപ്പിൽ പറ്റി പിടിച്ചിരിക്കുന്ന ക്രീം എടുക്കുകയാണ്. ഇതും പിന്നെ എക്സ്ട്രാ ആയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ക്രീം എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് അവസാനത്തതും ഇതിൻ്റെ ഏറ്റവും പാടുമായിട്ടുള്ള പാട്ടിലേക്കാണ്, അതായത് ഈ മിക്സിംഗ് പരിപാടി. ഭയങ്കര പാടാട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അലോവേറ യൂഷ്വലി മറ്റേ ബളബള ആയതുകൊണ്ട് സ്പൂൺ ഇട്ടൊന്നും ഇളക്കിയിട്ട് കാര്യമില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കൈ കൊണ്ട് ഇളക്കാൻ തുടങ്ങി. കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം ഏതാണ്ടൊക്കെയൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വന്നില്ലെങ്കിലും നമുക്ക് ഒപ്പിക്കാം. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിലായപ്പോഴേക്കും ഞാൻ പിന്നെ സ്പൂൺ എടുത്ത് ഇളക്കാൻ തുടങ്ങി. അവസാനം എങ്ങനെയൊക്കെയോ ഈ ഒരു കോലത്തിൽ ഞാൻ അത് ഒപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ക്രീമാണ് ആലോവേറയെക്കാളും കൂടുതലെന്ന്. അന്നേരത്തേക്ക് ഞാൻ പിന്നെ എന്തെടുത്തു, പിന്നെയും കുറച്ച് അലോവേറ ഒഴിച്ചു, പിന്നെ ഇളക്ക് തുടങ്ങി. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുന്നിടം വരെ ഇളക്കി കൊടുക്കണേ. ഇത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. ഇത് ഞാൻ കുളിക്കുന്നതിന് മുമ്പാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ അലോവേറ ഇട്ടുകൊണ്ടാണ് കുളിക്കുന്നതിന് മുമ്പേ ചെയ്തത്. നിങ്ങളിപ്പോൾ ആലോവേറ മെത്തേഡ് അല്ല, നോർമൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന പോലെ ഇതിൻ്റെ പുറകിൽ എഴുതിയേക്കുന്ന പോലെ ഡയറക്റ്റ്ലി കുറച്ച് കയ്യിലെടുത്തിട്ട് തലയിൽ സ്പ്രെഡ് ചെയ്തേക്കാം. അത് കുളിച്ചിട്ടാവാം, കുളിക്കുന്നതിന് മുമ്പേ ആവാം. ഇനി നമുക്കുള്ളത് നമ്മുടെ സെക്കൻഡ് ടോപ്പിക്ക്, അതായത് ഇതിൻ്റെ റിവ്യൂ. ഇതെൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ക്രീം തേച്ചിട്ട് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ ഈ ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിരുന്നു റെഫറൻസ് ആയിട്ട്. പക്ഷെ അതിനകത്തൊക്കെ അവർ പറയുന്നത്ര മാറ്റമൊന്നും എൻ്റെ മുടിക്ക് വന്നില്ലെങ്കിലും ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ഇഫ് നിങ്ങൾക്കിത് ട്രൈ ചെയ്യണമെങ്കിൽ മേടിച്ച് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഞാൻ അലോവേറ ആയിട്ട് മിക്സ് ചെയ്ത് തേക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടാഞ്ഞത്. ഇങ്ങനെ അല്ല കേട്ടോ, ഞാൻ അലോവേറ ആയിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ശരി, ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനിവിടെ കൊണ്ട് നിർത്തുക. ബൈ.